നമസ്തേ നമസ്തേ നമസ്തേ. അല്ല അതായത് ആരുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ, സുബ്രഹ്മണ്യൻ്റെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ, സുബ്രഹ്മണ്യൻ്റെ മൈക്ക്. ഓക്കെ. അത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് ഒട്ടനവധി കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് ഇന്നത് കൊണ്ടാണ് ഒരാളൊരു കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് എന്താണ്? നമ്മളെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ശ്രദ്ധയിൽ വളരെ പ്രധാനപ്പെട്ട് നിൽക്കേണ്ടത് എന്താണ്? നമ്മളെന്ന് പറയാനുള്ള കാര്യം എന്താണ്? അതാണ് നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുത്ത് നിലനിർത്തേണ്ടത്. നമ്മളെന്ന് പറയുന്നതിന് കാരണം എന്താണ്? എന്തെല്ലാം ചേർന്നിട്ടാണ് നമ്മളെന്ന് പറയുന്ന അനുഭവം നിൽക്കുന്നത്? അപ്പോൾ ഓരോ വ്യക്തിയും നമ്മളെന്ന് പറയുന്ന അനുഭവത്തെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ കുടുംബജീവിതം എന്ന് പറയുന്നതിന് പ്രാധാന്യം ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തിയിൽ കൂടുമ്പോൾ ഇമ്പമുള്ള അനുഭവം, അതിൽ സ്ഥിരത, തുടർച്ച. വ്യക്തിയിൽ ഇമ്പമുണ്ട്, തുടർച്ച ഉണ്ടാകണം. മ്യൂട്ട് ചെയ്തിട്ട്, രാമൻ മ്യൂട്ട് ചെയ്തിട്ട്, മൈക്ക് മ്യൂട്ട്. അപ്പം നമ്മളെന്ന് പറയുന്ന അനുഭവങ്ങൾ പലപ്പോഴും പലർക്കും മനപ്രയാസം. എന്താണ് ഈ മനപ്രയാസത്തിന് കാരണം? കാരണം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ അത് ഇയാളല്ലേ, അയാൾക്ക് എന്ത് സ്ഥാനം കൊടുക്കണം? അപ്പം നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ സ്ഥാനം കൊടുക്കാത്ത ഒരു അനുഭവം ഉണ്ടാകുകയാണ്. നമ്മൾ മറ്റൊരാൾ അയാൾ ഒരു നിലവാരമില്ലാത്ത, പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത എന്നൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗത്ത് നിലവാരമില്ലാത്ത ഒന്ന് കടന്നു വരികയാണ്. നമ്മൾ തന്നെയാണ് പറയണത് മറ്റൊരാൾ നിലവാരമില്ലാത്തതെന്ന്. അപ്പം നമ്മളിൽ ഒരു പർട്ടിക്കുലർ ഭാഗം നിലവാരമില്ലാത്ത ഭാഗമായിട്ട് മാറി. അയാൾ കൊള്ളത്തില്ല. നമ്മളിലാണ് കൊള്ളുകയില്ലാത്ത ഒരാൾ താമസിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു അടിസ്ഥാനവുമില്ല, മൂല്യവുമില്ല, നമുക്കെന്ത് സംഭവിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തുന്നില്ല. അയാൾ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ നമ്മളിലൊരു കൊള്ളുകയില്ലായ്മ രൂപം കൊണ്ടു. ഈ ഭാഗം കൃത്യമായിട്ട് അറിയണം. നമ്മൾ പറയുന്ന അയാൾ ശരിയല്ല, അയാൾ ശരിയല്ല എന്ന് നമ്മളിലാണ് നമ്മൾ നിലനിർത്തുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗം ശരിയല്ലാത്തതായി, അസ്വസ്ഥതയുള്ള ഒരു ഭാഗം നമ്മളിൽ കൊണ്ടുവന്നു. അപ്പം നമ്മളിപ്പോൾ പറയും, പിന്നെ അയാൾ പിന്നെ ശരിയല്ലാത്ത പിന്നെ ഞാനെന്ത് ചെയ്യും? അയാൾ ശരിയല്ലാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഞാനത് ശരിയാണെന്ന് പറയണം. അയാളുടെ പ്രവർത്തനത്തിൽ ശരി കണ്ടെത്താൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മറ്റൊരാളുടെ പ്രവർത്തനത്തിൽ ശരി കണ്ടെത്തുന്നതാണ് നമ്മുടെ ജീവിതം. ഈ പ്രപഞ്ചത്തിൽ ശരി കണ്ടെത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷത. കാരണം തെറ്റുകളും കുറവുകളും കണ്ടെത്തിയിട്ട് നമ്മൾക്ക് എന്ത് കാര്യമിരിക്കുന്നു? കാരണം തെറ്റുകളും കുറവുകളുമാണ് കാണുന്നതെങ്കിൽ നമ്മളിൽ രൂപം കൊള്ളുന്നത് എന്താണ്? തെറ്റുകളും കുറവുകളും നമ്മളിൽ വരാൻ തുടങ്ങും. നമുക്കെന്ത് സംഭവിക്കും? നമ്മൾ നിലനിൽക്കത്തില്ല. കാരണം കാണുന്നതും കേൾക്കുന്നതും എല്ലാം തെറ്റുകളും കുറവുകളാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദുരന്തമായിട്ട് മാറും. നമുക്ക് കണ്ണ് തന്നിരിക്കുന്നതിനാണ്, കണ്ണ് തന്നിരിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം കാണാം, എല്ലാം കാണണം, അല്ല സർവ്വതും കാണണം. സർവ്വതും കാണുമ്പോഴത്തേക്കും അവിടെ വ്യത്യാസങ്ങളില്ലാതെ സർവ്വതും പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ
ആശ്വാസം. പറയും. ഓക്കെ. അപ്പം നമ്മളുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അനുഭവത്തിൽ കൃത്യമായിട്ടുള്ള തുടർച്ചയുണ്ടാണ്. അനുഭവത്തിൽ തുടർച്ചയുണ്ടാകണം. അപ്പോൾ ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഭാഗം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതാരും കാണാതെ ചെയ്താലും കണ്ടു ചെയ്താലും ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചേർന്നാണ് നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ അഴിമതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട്, ഒരു സംശയമില്ല. നമ്മൾ തന്നെ ചിന്തിക്കുകയും കുറച്ച് നേരം ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നതോട് ചേർന്നൊരു ശരീരം ഉണ്ടാകുക, വിഷമിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാവനകൾ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവതലങ്ങൾ, ഇതെല്ലാം പരസ്പരം യോജിക്കാത്തതാണെങ്കിൽ നമുക്ക് മനപ്രയാസം, ദുഃഖവും ഉണ്ടാകും. നമ്മൾ ഒരാളോട് പറയണമല്ല മറ്റൊരാളോട് പറയണത്, ഒരാളോട് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാണ്ട് വേറൊരാളോട് സംസാരിക്കുക. അപ്പം നമ്മളിൽ എന്തായിരിക്കും അനുഭവം? വിഘടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ വരും. നമ്മൾ നുണ പറയുന്നുണ്ട്. നമ്മളിൽ തന്നെ നമുക്ക് സത്യസന്ധത അനുഭവിക്കാൻ പറ്റത്തില്ല. സ്ഥിരമായിട്ട് നുണ പറയുന്ന ആൾ, സ്ഥിരമായിട്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തൊരു വ്യക്തി, തുറന്നു പറയാത്ത ആൾ, അയാൾക്ക് തുറന്ന് അവരെ മനസ്സിലാണ് പറയുന്നത്. അതെ, അതെ. അപ്പം അങ്ങനെ വ്യക്തത വരുത്താതെ കൊണ്ടുപോകുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥയിൽ വ്യക്തത ഉണ്ടാകില്ല. നമ്മളുടെ ഇതാണ്, അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അതൊക്കെ അവരുടെ ജീവിതമല്ലേ, നമുക്കെന്താ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നു ചില കാര്യങ്ങൾ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിലൂടെ ഇവിടെ ഉണ്ടാ. ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ ആ ഇടപെടലിലൂടെയാണ് നമ്മുടെ ജീവിതം തുടരുന്നത്. മറ്റൊരാളുടെ ഇടയിൽ കയറുന്നതിന് ഒരു അവസരവും കൊടുക്കരുത്. അത് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാൾ സംസാരിച്ചോട്ടെ. ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാൾ സംസാരിക്കുന്നു എന്നുവെച്ചാൽ മറ്റൊരാൾ സംസാരിക്കുന്നു. ശ്രദ്ധിക്കണേ, നമ്മളോടൊരു കാര്യം വന്ന് പറയുന്നു, നമ്മളോട് അയാൾ ഒരു കണ്ട കാഴ്ച പറയുമ്പോൾ നമുക്ക് ആ കണ്ട കാര്യം അയാൾ നറേറ്റ് ചെയ്യുമ്പോൾ ആ നറേഷൻ്റെ ഭാഗത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്മൾ കേട്ടതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും നമുക്ക് ചോദിക്കാം. ശ്രദ്ധിക്കണേ, മറ്റൊരാളിൽ ഇടപെടരുത്. അതായത് മറ്റൊരാൾ രൂപം കൊള്ളാനായിട്ട് അയാളുടെ ഒരു എഫോർട്ടുണ്ട്. ഒരു കുട്ടി വന്ന് ആ കുട്ടിയുടെ വളർച്ചയുടെ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ കുട്ടികളിൽ ഇടപെടും. കുട്ടികളിൽ ഒരിക്കലും ഇടപെടരുത്. കുട്ടികൾ തന്നെ കുട്ടികളെ തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായിട്ട് അനുഭവിക്കത്തക്ക വിധത്തിൽ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ, അതിൽ തടസ്സം നിൽക്കരുത്. ഇതാണ് മുതിർന്നവരുടെ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. ഇപ്പം നമ്മൾക്ക് സജീവമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തുടർച്ചയുണ്ടാകണം. അപ്രകാരം തുടർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരിലും നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടത്തില്ല. ഈ ഭാഗം കൃത്യമാണ്, ഒരു സംശയമില്ല. ജീവിതം എന്തുകൊണ്ട് മെച്ചപ്പെടുന്നില്ല? കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തോന്നിയവാസമാണ് പ്രവർത്തിക്കുന്നത്. കണ്ടതും കേട്ടതിലും എല്ലാ കാര്യത്തിലും ഇടപെടും. എന്നാൽ എന്തിനാ ഇടപെട്ടതെന്ന് ഒരു പിടുത്തവുമില്ല. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. രോഗമുണ്ടാകും.
രോഗം ഉണ്ടാകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്താ കാരണം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ സത്യസന്ധമായിട്ട് സജീവമാകുന്നില്ല. അതുകൊണ്ടാണ് രോഗം പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നത്. അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിട്ട് രീതിയിൽ നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ശ്വസിക്കുന്നുണ്ട്, രുചിക്കുന്നുണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം ചേർന്നാണ് നമ്മളായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾക്കത് എല്ലാം അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് അനായാസം? അനുഭവത്തിൻ്റെ തുടർച്ചയിലാണ്. കാരണം ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും സത്യസന്ധതയോടുകൂടിയാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആവർത്തനവും വരുന്നുണ്ട്. കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. അങ്ങനെ നിരന്തരം ചെയ്യുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്, അല്ലേ? ഭക്ഷണം കഴിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പല കാര്യത്തിൽ തുടർച്ച ആവർത്തിച്ച് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശ്വാസം എടുത്താൽ ശ്വാസം കൊടുക്കണം, ശ്വാസം എടുക്കുന്നു, കൊടുക്കുന്നു, അല്ലേ? ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ശരീരത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് ലയിക്കുന്നു, വേറൊരു ഭാഗം വിസർജനമായിട്ട് പുറം തള്ളുന്നു. അങ്ങനെ നമ്മൾ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഉറങ്ങുമ്പോൾ കുറേ ക്ഷീണം മാറുന്നു, അല്ലേ? ഉറക്കത്തിൽ നമ്മൾക്ക് കുറേ ആശ്വാസം ഉണർന്നു വരുമ്പോൾ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത കുറേ ആവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈ ആവർത്തനത്തിൽ വിരസത വരുന്നു. എന്തായിരിക്കും കാരണം? ആവർത്തനത്തിൽ വിരസത വരുന്നു, മടുപ്പ് വരുന്നു. ഈ മടുപ്പിന് കാരണം എന്താണ്? ആവർത്തനത്തിൽ വിരസത വരാനുള്ള കാരണം എന്താണ്? അതായത് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അല്ല ചെയ്യുന്നത്, ശ്രദ്ധയോടുകൂടിയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആവർത്തനത്തിൽ വിരസത വരുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധ നമ്മുടെ അനുഭവത്തിലാണെങ്കിൽ യാതൊരു കാരണവശാലും ആശങ്ക, പരിഭ്രമം, ദുഃഖം, രോഗം ഒന്നും ഉണ്ടാകത്തില്ല, ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് എന്താണ്? കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ശ്രദ്ധിക്കാൻ പറ്റാത്തവരെയാണ് നമ്മൾ കുട്ടികളെന്ന് വിളിക്കുന്നത്, അല്ലേ? അത് 50 വയസ്സുണ്ടെങ്കിലും കുട്ടികളാണ്. 50 വയസ്സായതുകൊണ്ട് പക്വതയും പ്രായപൂർത്തിയും ഒന്നും ആകത്തില്ല. അവരും കുട്ടികളെപ്പോലെ തന്നെയാണ്. അപ്പോൾ വയസ്സും പ്രായം കൊണ്ടൊന്നും പക്വത എത്തിയെന്ന് നമ്മൾക്ക് തീരുമാനിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പക്വത എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അനുഭവത്തിൻ്റെ തുടർച്ചയുടെ ഭാഗത്താണ്. അനുഭവത്തിൻ്റെ തുടർച്ചയിൽ നിൽക്കുമ്പോൾ അതെ പക്വതയിലാണ്, ഒരു സംശയമില്ല. അപ്പോൾ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ വരുമ്പോൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്ന ഭാഗം യാതൊരു സംശയവുമില്ലാതെ, ഒരാശങ്കയുമില്ലാതെ, ആരെയും നമ്മൾ ഉപദ്രവിക്കാനാ, അടുപ്പിക്കാനാ, മറ്റുള്ളവർ എന്തു ചെയ്താലും എൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയ്ക്ക് യാതൊരു തടസ്സം ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനവും അനുഭവത്തിലും സത്യസന്ധതയില്ല. സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരെ പഴിക്കേണ്ടി വരുന്നു, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന് പറയുന്നു.
എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് തടസ്സപ്പെടുത്താൻ പറ്റുന്നു? നമ്മൾ തന്നെ നമ്മുടെ അനുഭവത്തിൽ കൃത്യത തുടരാത്തത് കൊണ്ടാണ്. അങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ, കാരണം നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് പരസ്പരമുള്ള ബന്ധം വളരെ ക്ലിയറാണ്. പരസ്പരമുള്ള ബന്ധം വളരെ ക്ലിയറായിരിക്കണം. ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ? അവരും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും, അല്ലേ? അതെ, അതാണ് ഈ കൂട്ടത്തിലുള്ളവരെന്ന് പറയുമ്പോൾ. ആരാണ് കൂട്ടത്തിലുള്ളവരെന്ന് പറയുമ്പോൾ? എൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവിടെ യാതൊരു കള്ളത്തരോ വഞ്ചനയോ ചതിയോ യാതൊന്നുമില്ല, വളരെ കൃത്യമാണ്. അവിടെയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. അതായത് നമ്മളുടെ അനുഭവത്തിൻ്റെ തുടർച്ചയിലുള്ളവർ എന്ന് വെച്ചാൽ നമ്മളുടെ അനുഭവം നമ്മൾ യാതൊരു കാരണവശാലും ഒരു കോട്ടവുമില്ലാതെ നിരന്തരം തുടർന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ, നമ്മുടെ അനുഭവത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ, അതാണ് കുടുംബജീവിതത്തിൻ്റെ ആരംഭം. അല്ലാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായി അത് കുടുംബജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കുടുംബജീവിതമല്ല. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട പിള്ളേരുണ്ടാകും, അത് നമ്മളുടെ ആരുടെയും കഴിവൊന്നുമല്ല. അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം മാത്രമാണ്. നമ്മളുടെ കഴിവെന്ന് പറയുമ്പോൾ നമ്മളിൽ സമാധാനമായിട്ട് വസിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ കഴിവുള്ളവനാകുന്നത്. ഈ ഭാഗം നമ്മൾ തന്നെ നമ്മളിൽ വിലയിരുത്തി ഇന്ന അനുഭവത്തിലാണ്, എന്തെല്ലാം അനുഭവങ്ങളുണ്ട്, നമ്മളിലെ അനുഭവങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അനുഭവത്തിലെത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഭവത്തെ കാണുമ്പോൾ ശാന്തി, അവിടെയാണ് ശാന്തിയാകുന്നത്. നമ്മൾ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മൗനമാകുമോ? ആകത്തില്ല. മൗനം നമ്മളിലുണ്ട്, നമ്മളിൽ മൗനമുണ്ട്. നമ്മളിൽ മൗനമുണ്ട്. അല്ല, ഞാൻ മിണ്ടാതിരുന്നു അതുകൊണ്ട് മൗനിയായില്ല, ആകത്തില്ല. നമ്മളിൽ മൗനമുണ്ട്. നമ്മളിൽ വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ ഒന്നും നമ്മളിൽ ഉണ്ടാകരുത്. നമ്മളിൽ വെറുപ്പും വിദ്വേഷം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ വെറുപ്പും വിദ്വേഷം പൊന്തി വരും. ഒരു വ്യക്തിയുടെ വളർച്ചയെന്ന് പറയുമ്പോൾ വിദ്വേഷവും വെറുപ്പും നിർവീര്യം ചെയ്ത് കളയുന്ന, അവിടെയാണ് നമ്മുടെ പ്രാപ്തി. നമ്മളെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം. ഇത് അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ മനസ്സിന് അസ്വസ്ഥത. എങ്ങനെ തലകുത്തി പറഞ്ഞാലും അസ്വസ്ഥത പോകത്തില്ല, കാരണം അസ്വസ്ഥത കളയാത്തത് കൊണ്ടാണ്. അസ്വസ്ഥത എങ്ങനെ കളയും? നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ, ആത്മാർത്ഥമായിട്ട് സജീവമാകുമ്പോൾ. അലസതയിലൂടെ എന്താണ് അലസതയ്ക്ക് കാരണം? എന്താണ്? എനിക്ക് വീടുണ്ട്, കാശുണ്ട്, പൈസയുണ്ട്, പലതുമുണ്ട്, അതുകൊണ്ട് അലസമാകുകയാണ്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, എന്നിൽ ശ്രദ്ധ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്ന് പറയുന്നത് അന്ധതയുടെ ആരംഭ ലക്ഷണമാണ്. ഞാൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇവിടെ ഇല്ല. അനുഭവങ്ങളാണുള്ളത്. നമ്മൾ അനുഭവത്തിലാണ്. ഞാനെന്ന് പറഞ്ഞ എന്ത് അനുഭവം?
ഞാനെന്ന് പറയുന്ന ഒരു അനുഭവമല്ല. അങ്ങനെ ഒരു അനുഭവം ഇല്ല അവിടെ. കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ? കുറേ അനുഭവങ്ങളുണ്ട്. ആ കുറേ അനുഭവങ്ങളിൽ കൃത്യമായിട്ടുള്ള അനുഭവത്തിലെത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? നമുക്കൊരു സംസ്കാരം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് സംസ്കാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ അതാണ് സംസ്കാരം. അപ്പോൾ കൃത്യമായിട്ട് ഒട്ടനവധി അനുഭവങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഒട്ടനവധി അനുഭവങ്ങളെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ശാന്തി. ഇത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ സ്വസ്ഥതയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. രോഗം വന്നു പോകും. രോഗത്തിന് കാരണം എന്താണ്? ശാരീരികവും മാനസികവുമായിട്ടുള്ള തലങ്ങളെ ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ആകർഷിക്കുന്നത് പ്രശ്നങ്ങളാണ്. നമ്മളിൽ ആകർഷണ ശക്തിയുണ്ട്, വികർഷണ ശക്തിയുമുണ്ട്. അതുകൊണ്ട് ആകർഷിക്കുമ്പോൾ കൃത്യമായിട്ട് ആകർഷിക്കണം. അനുഭവത്തിൽ തുടർച്ചയുണ്ടാകണം. അനുഭവത്തിൽ തുടർച്ചയുണ്ടാകണം. നമ്മളെന്തിനാണ് മറ്റൊരാളെ കണ്ടിട്ട് സുന്ദരിയാണ്, എന്താണ് ഒരാളെ കണ്ടിട്ട് സുന്ദരിയാണ്, എന്തിനാണ് നമ്മൾ ഒരാളെ വർണ്ണിക്കുന്നത്? എന്തിനാ നമ്മൾ ഒരാളെ വർണ്ണിക്കുന്നത്? മറ്റൊരാളുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തു ചെയ്യും? മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ പറയും, ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്. കാരണം കുറേ ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇപ്പം നമ്മൾ ഒരാളെ കണ്ടു, എന്ത് കണ്ടു? എൻ്റെ അവസ്ഥയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അയാളോട്ട് സഹകരിക്കാൻ പറ്റുന്നു. ശ്രദ്ധിക്കണേ. മറ്റൊരാളുമായിട്ട് നമ്മളുടെ സാന്നിധ്യത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ മറ്റൊരാളുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ പറ്റുന്നു. എന്താ കാര്യം? അയാൾ നമ്മളിൽ ഇടപെടുന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് നമ്മൾക്ക് ആ വ്യക്തി ദിവ്യനാണ്. അതെ, ആ വ്യക്തി എന്തുകൊണ്ട് ദിവ്യനായി? ആ വ്യക്തിയിലുള്ള ദിവ്യമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നു. ആ ദിവ്യമെന്ന് പറയുന്നത് മറ്റൊന്നല്ല, അവനവനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിവ്യമായിരിക്കണം വ്യക്തിയുടെ ജീവിതം. അല്ല അലമ്പുള്ളതാകരുത്, ദിവ്യമായിരിക്കണം. എങ്ങനെ ദിവ്യമാക്കാം? ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ സത്യസന്ധത ഉണ്ടാകണം. സത്യസന്ധമായിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ടെന്ന് പറയുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം രണ്ടാമത്തെ ദിവസം സൈക്കിളാണല്ലേ, വീണ്ടും സെയിം കാര്യം തന്നെ ചെയ്യാനായിട്ടുള്ള അവസരമാണ്. അതെ, ആവർത്തിച്ച് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ 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 ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്വാസം എടുക്കുന്നു, കൊടുക്കുന്നു, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അല്ലേ? കാരണം ഇത് ആവർത്തനം നിർത്തുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ശ്രദ്ധ കൃത്യമായിട്ടുണ്ടാകണം. ഒരു സംശയമില്ല. ശരീരത്തിൻ്റെ വികാസത്തിലും സങ്കോചത്തിലും നമ്മൾക്ക് സ്ഥിരം ശ്രദ്ധിക്കാൻ സാധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആവർത്തിച്ച് ചെയ്യുന്ന പല പ്രവർത്തനത്തിലും നമുക്ക് ഒരു കാരണവശാലും ഒരു ഗുണവും ഉണ്ടാകത്തില്ല, പകരം ഒട്ടനവധി ദോഷവും ഉണ്ടാകും. കാരണം നമ്മളുടെ കൂടെ ഒഴിച്ചുകൂട്ടാൻ പറ്റാതെ സംഭവിക്കുന്ന
ഒരു ആവർത്തനമാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അപ്രകാരമുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മുടെ ശ്രദ്ധയിലേ ഇല്ല. പിന്നെ എന്താ ശ്രദ്ധിക്കാൻ പോകുന്നത്? പിന്നെ ഒരു കാര്യത്തിലും താളം ഉണ്ടാകില്ല. എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ. അപ്പം നമുക്കെന്താണ് സമാധാനം? എന്താ? എനിക്ക് വീടുണ്ട് അവിടെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബിസിനസ്സുണ്ട്, കാശുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ കള്ളം കയറത്തില്ല. ആ ഉറപ്പില്ല. വെറും സങ്കല്പത്തിലുള്ള ഉറപ്പാണ്. ഇതിൽ ഭയങ്കര അഹങ്കാരമാണ്. എൻ്റെ കയ്യിൽ 10 കാശുണ്ട്, അല്ലെ എനിക്ക് കാശുണ്ടാക്കാൻ അറിയാം. ഒരു സംശയം വേണ്ട. അവനവനിലുള്ള സൈക്ലിക്കായിട്ടുള്ള പ്രോസസ്സിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളായിരിക്കും. എൻ്റെ വീട് അവിടെ തന്നെയുണ്ട്, ആ മതിലൊക്കെ കെട്ടി സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് സേഫാണ്. ഈ സേഫ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനം. നമ്മളൊരിക്കലും സേഫ് ആകുന്ന ഭാഗമില്ല. ഇല്ല. സേഫ് ആകുമ്പോൾ എന്താണ്? അലസതയിലായി. സേഫല്ല, നിരന്തര നിരീക്ഷണത്തിലാണ്, നിരന്തര അനുഭവത്തിലാണ്. സേഫ് ആകുമ്പോൾ എന്ത് പറ്റും? എന്ത് തോന്നിയോസം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയതുപോലെയാണ്. സേഫാണ്. എൻ്റെ വീട്ടിൽ ഞാൻ സേഫാണ്, വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ടല്ലേ, ഒരു ഇഴന്തുക്കളും ഒരു കള്ളനും കയറത്തില്ല എന്ന് ഉറപ്പിച്ചിട്ട് മനസമാധാനത്തിൽ കിടക്കുക. നമ്മൾ മനസ്സുകൊണ്ടുണ്ടാക്കിയ ഉറപ്പാണ്. മനസ്സമാധാനത്തിലല്ല, അലസമായിട്ട് കിടക്കുക. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ ഭാഗത്ത് അലസമായിട്ട് കിടക്കുക. കാരണം കിടന്നുറങ്ങിയപ്പോഴും സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വരുമ്പോഴും സ്വപ്നമാണ്, അല്ല മുഴുവനും സങ്കല്പമാണ്. എന്തൊക്കെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സങ്കല്പത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യവും നിർത്തിവെക്കാൻ പറ്റുന്നില്ല. അതെ, ഒരു പ്രവൃത്തിയും നിർത്തിവെക്കാൻ പറ്റുന്നില്ല. എല്ലാം സങ്കല്പം നമ്മളെ ഇങ്ങനെ, സ്വപ്നം നമ്മളെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അനുഭവിക്കുന്ന ഭാവം ഒരിക്കലുമില്ല. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എനിക്കൊരു ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം, എൻ്റെ സ്വപ്നമാണ്. എൻ്റെ ഭാര്യനെ സന്തോഷിപ്പിക്കണം, വലിയ വിഡ്ഢിത്തരമാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം ദുഃഖിക്കാനുള്ള കാരണം എന്താണ്? അയാളുടെ ദുഃഖം മാറ്റിയാൽ പോരെ. അയാൾ ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ യാഥാർത്ഥ്യ ബോധവുമായിട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ്. നമ്മൾ അയാളുടെ ദുഃഖം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്കൊരു മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കും, അയാളുടെ മനസ്സിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊന്തി ഒരു സ്ഥലത്ത് വെച്ചും തലയും കുത്തി താഴെ വീഴും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത്. ബൂസ്റ്റർ ഡോസാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരാവശ്യമില്ല. ആരെയും സൂചിപ്പിക്കാൻ നോക്കരുത്, ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നിരന്തരം നമ്മളുടെ കൃത്യമായിട്ടുള്ള അനുഭവത്തിൻ്റെ തുടർച്ചയിലാണോ പരിശോധിക്കുക. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മളാരും കരുതുകൂട്ടി കൊണ്ടുവന്നതല്ല, കൊണ്ട് ഒഴിവാക്കാനും പറ്റത്തില്ല. ഇനി അഥവാ ഒഴിവാക്കിയാലും നമ്മൾ ഒഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ഒഴിവാക്കി എടുക്കുകയൊന്നുമല്ല. നമ്മുടെ പ്രവർത്തനത്തിൽ തുടരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഭാഗം അവിടെ തെളിഞ്ഞു വരികയും. നേരെ ഇരിക്കാൻ സാധിക്കുമ്പോൾ, നമ്മൾ നിവർന്നിരിക്കാൻ എന്ത് ചെയ്തിട്ടാണ് നിവർന്നിരുന്നത്? ശ്രദ്ധിക്കണം. എന്ത് ചെയ്തിട്ടാണ് നിവർന്നിരുന്നത്? അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു? സാവകാശം, വളരെ സാവകാശം മതി, ഒരു തിടുക്കവും ഇല്ല. വളരെ ശാന്തമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തുടരാൻ ആരംഭിക്കുമ്പോൾ എവിടെയൊക്കെയാണ് അവിഹിതം, വേണ്ടാത്ത കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, അതിന് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ അത്
അലുത്തു പോവും, എല്ലാം അലുത്തു പോവും. ചെയ്യുന്ന പ്രവർത്തനത്തിൽ സത്യസന്ധമായിട്ട് ഇടപെട്ട് തുടരുമ്പോൾ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകും. ഒരു സംശയം വേണ്ട. മറ്റേ 4 മണിയാകുമ്പോഴത്തേക്കും ഒരു ചായ കുടിച്ചില്ല, നടക്കില്ല. ഒരു ദിവസം ചായ കിട്ടുന്നില്ലെന്നേ, ഒരു കുഴപ്പമില്ലെന്നേ. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം. എനിക്ക് 4 മണിക്ക് ചായ കുടിച്ചില്ല, പറ്റത്തില്ല, വീട് പെര വിളിച്ച് പന്തലിട്ട് കളയും. അങ്ങനെ ആകരുത്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ അവർ ചെയ്തില്ല, അസ്വസ്ഥനാകരുത്. നമ്മൾ പറഞ്ഞത് അവരോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലാണെങ്കിൽ, നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്തില്ലെങ്കിൽ അവരോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് കോട്ടം സംഭവിക്കുകയില്ല. ആത്മാർത്ഥത എന്നും ആത്മാർത്ഥമാണ്. അതെ, ഇന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം നമ്മൾ സഹിക്കുക. അതെ, കാരണം നമ്മുടെ സ്നേഹം ആ ഉപദ്രവത്തേക്കാൾ വലുതാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർ ഉപദ്രവിച്ചാലും നമ്മുടെ സ്നേഹം അതുക്കും മേലെ ആയതുകൊണ്ട് ഈ ഉപദ്രവം കൊണ്ട് നമ്മൾ നശിച്ചു പോകത്തില്ല. ഇല്ല, അത്രയും കൃത്യമായിരിക്കണം. നമ്മൾ ആരുമായിട്ടാണ് അടുത്തത്, നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ സഹകരിക്കാൻ തയ്യാറായി, സഹകരിക്കുന്ന ആളുമായിട്ടുള്ള നമ്മുടെ ബന്ധം അയാളുടെ പ്രവർത്തന ദോഷം കൊണ്ട് നശിച്ചു പോകുന്ന ബന്ധമാകരുത്. അങ്ങനെയുള്ളവരുമായിട്ടായിരിക്കണം നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ സ്നേഹമുണ്ടാകണം. അവരുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ സ്നേഹത്തിൽ കോട്ടം വരരുത്. ഈ കാര്യം കൃത്യമായിരിക്കണം. കാരണം നമ്മുടെ സ്നേഹത്തിൽ സ്നേഹമില്ലെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ സ്നേഹം നശിച്ചു പോകുന്നതാണെങ്കിൽ ആ സ്നേഹം കപടതയല്ലേ. അങ്ങനെയാകരുത്. സ്നേഹത്തിൽ കപടത ഉണ്ടാകരുത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി കപടമില്ലാത്തത് നമ്മളിലുണ്ടാകണം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകണം കപടത ഇല്ലാത്ത നമ്മളിൽ. നിരന്തരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകണം. എന്തെങ്കിലും ഒന്നുണ്ടാകണം. അങ്ങനെയൊന്നും ഉണ്ടാവാനെയാണ് പ്രായപൂർത്തിയായവർ. എൻ്റെ 18 വയസ്സ് തികഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയൊന്നും ആകത്തില്ല. പക്വതയോടുകൂടി ഒരു അനുഭവത്തിൽ എത്തിപ്പെട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി. കാരണം കാലം നമ്മളെ പിടിച്ച് വലിക്കത്തില്ല. കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഓടേണ്ടി വരത്തില്ല. ഇല്ല. അതുകൊണ്ട് നമ്മളോടുള്ള നമ്മുടെ ആത്മാർത്ഥത എത്രയും പെട്ടെന്ന് നമ്മൾ അനുഭവത്തിൽ കണ്ടെത്തണം. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തനത്തിലെല്ലാത്തിലും സത്യസന്ധത ഉണ്ടാകണം. പ്രവൃത്തി എത്ര എനിക്ക് പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എത്രത്തോളം വിനയവും സത്യസന്ധതയും. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ മേല, പക്ഷെ പറ്റുന്ന പ്രവൃത്തി എന്താണ്? ഫുള്ളി പാരലൈസ്ഡാണ്, കട്ടിലെ കിടപ്പാണ്. അങ്ങനെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതെ, 2 കൈയും കാലുകളും എല്ലാം തളർന്ന് കിടക്കുകയാണ്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്? സർവ്വതും നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. പക്ഷേ ഞാനുണ്ട്. അവിടെ എന്താണുള്ളത്, ആ ഉള്ളതിൽ എങ്ങനെ ഇടപെടാൻ പറ്റുന്നു? മതി. അതിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? അനായാസം. കാരണം അവിടെ ഉള്ളത് കൊണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചാണെങ്കിൽ മരിച്ചു പോകരുത്, അല്ലേ? ഞാനൊന്നും ചെയ്തു വെച്ചിട്ടല്ല. ഞാൻ ചെയ്തതാണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനും അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു കഥാപാത്രമില്ല. അതിൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ പലതും സംഭവിക്കുന്നു. അതിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് എന്താണ് കണ്ടെത്തണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം. സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുമ്പോൾ നമുക്ക് ആശ്വാസം.
അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം. എന്ത് പോയാലും വന്നാലും ഇതവിടെ തന്നെയാണ്. എക്സാക്ട്ലി. അത് എന്തുകൊണ്ടാണ് മനപ്രയാസം? കാരണം സ്ഥിരതയില്ല. ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം, ഇത് തോനെ വർഷങ്ങളായി, എന്നിട്ട് ഒരു സമാധാനമില്ല മനുഷ്യർക്ക്. എന്ന് വെച്ചാൽ സമാധാനം എന്താണെന്ന് അറിയാത്ത ഒരു ജനക്കൂട്ടമാണ്. ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പിള്ളേരുണ്ടാകുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഉള്ളെന്നുള്ള ധാരണയിലാണ്. അതെ, നമ്മൾ കുറേ തെറ്റായ ധാരണയിലാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ തെറ്റുകൾ, കുറവുകൾ അവരെ കണ്ടിട്ട് ശിക്ഷിക്കുക എന്നുള്ള വലിയൊരു താല്പര്യമാണ്. മറ്റൊരുത്തം മണ്ടനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവും. എന്ത് കാര്യത്തിനാണ് മറ്റൊരുത്തം മണ്ടനാണെങ്കിൽ നമുക്കെന്താ? മറ്റൊരുത്തം പൊട്ടത്തരം ചെയ്തു, അതിന് നമുക്കെന്താ? നമ്മുടെ നിന്ന് കുറേ കാശ് മേടിച്ചുകൊണ്ട് പോയി, എന്നിട്ട് തരുന്നില്ല. അതിൻ്റെ പേരിൽ ഇരുന്ന് വിഷമിച്ചിരുന്ന് പ്രഷറും ഡയബറ്റിക്കൊക്കെ വന്ന് ചത്തുപോകുന്നു. എന്തൊരു വിട്ടിത്തരാ! മറ്റാൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചുകൊണ്ട് പോയി, ആ കാശ് തരാത്തതുകൊണ്ട് അത് ഓർത്ത് ദുഃഖിച്ച് എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഭയങ്കര ഫ്രിക്ഷനും പ്രശ്നവും. അയാളോട്ട് കാശ് തരുന്നുമില്ല, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ജീവിതവും നശിപ്പിച്ച്. എന്തിനാ? കാരണം എന്താ? ഒരടിസ്ഥാനമില്ല, ഒരു കാര്യമില്ല. ചെയ്യാവുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യുന്നതിന് പകരം മറ്റൊരുത്തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയ കാശ് തരാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇരുന്ന് വിഷമിക്കും, തോനെ വിഷമിക്കും. എത്ര വിഷമിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നുള്ള ധാരണയില്ല. വിഷമിക്കുമ്പോൾ ഞാൻ എന്നെ തകർക്കുകയാണ്, എന്നിലുണ്ടാകുന്ന അനുഭവത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അലസത വരുമ്പോൾ മാറ്റാൻ എന്ത് ചെയ്യും? വേറെ കാര്യത്തിൽ ശ്രദ്ധിക്കും, അല്ലേ? അലസത മാറ്റുകയാണ് വേണ്ടത്. രോഗത്തിന് കാരണം എന്താണ്? അലസതയാണ്. അപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അലസതയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു കേൾവിയില്ല, കേൾക്കാൻ പറ്റത്തില്ല, കേൾവിയില്ല പിന്നെ. കാരണം അലസതയിലായിപ്പോയി. അലസത നീക്കം ചെയ്യുന്നിടത്താണ് നമുക്ക് സമാധാനം. അപ്പോൾ ആദ്യത്തെ പ്രായപൂർത്തിയുടെ ആദ്യ ലക്ഷണം എന്താണ്? അലസമാകാതെ സത്യസന്ധമായിട്ട് അനുഭവത്തിൽ എത്തി നിൽക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടപ്പാടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. എന്താണ് ഈ കടപ്പാട്? കടപ്പാടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വളരെ വളരെ സൂക്ഷിക്കണം, അല്ലേ? കടപ്പാടുള്ളത് എന്തിനോടാണ്? എന്തിനോടെല്ലാം നമുക്ക് കടപ്പാടുണ്ടോ? ഇപ്പം എൻ്റെ വണ്ടി, അതെ, എൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടിയോടൊരു കടപ്പാടുണ്ട്. ആ വണ്ടിയെ കെയർ ചെയ്യുന്നതിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ വീട്, അപ്പോൾ എൻ്റെ എന്ന് പറയുന്നതിനോട് എല്ലാത്തിനോടും ഒരു കടപ്പാടുണ്ട്. ഈ കടപ്പാട് കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കോട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതെ, കാരണം എൻ്റെ കാറ് ആരോ എടുത്തുകൊണ്ട് പോയി, വല്ലാത്ത ദുഃഖമാണ്. അപ്പോൾ എൻ്റേതെന്ന് പറയുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം, അല്ലേ? എൻ്റെ വാച്ച് എവിടെയാ അറിയത്തില്ല. എൻ്റെ വാച്ച് എവിടെയോ വെച്ചിട്ട് പോയി, അതവിടെ ഉണ്ടാവും. അവർ തല്ലിപ്പിടിച്ച് കളയത്തില്ല, നല്ല ഉറപ്പാണ്. പക്ഷെ എന്താ കാര്യം ഇരിക്കണം? ഇപ്പം എൻ്റേതെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിത്വം എടുക്കണം. അതെ, കൃത്യമായിട്ട് നമ്മളുടേതായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകണം. അങ്ങനെ പോകുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എൻ്റേതെന്ന് പറയുന്ന സാധനങ്ങളെടുത്ത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ പ്രവർത്തനം എപ്രകാരമാണോ അതിലെല്ലാം സത്യസന്ധത ഉണ്ടാകണം.
അഴിമതി പാടില്ല. അങ്ങനെ ഒരു അച്ചടക്കം കൊണ്ടുവരുമ്പം സങ്കല്പം പതിയെ മാറും. തീർച്ചയായിട്ടും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യും. അശ്രദ്ധ കുറയും. അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ചിരിക്കില്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മുടെ പ്രവർത്തനത്തിൽ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. എന്തോ അപാകതകളുണ്ട്. കാര്യപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അല്ലേ? അല്ലാതെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സുതാര്യത, കൃത്യത അത് കൈവരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അപ്പം നമ്മുടെ പ്രവർത്തനത്തിൽ പ്രായപൂർത്തിയായെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ഇതെന്ത് ചെയ്തു. പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയിലുള്ള അനുഭവത്തിൻ്റെ സ്ഥിരതയിൽ നിൽക്കാൻ സാധിക്കുന്നതാണ്. അതാണ് പ്രായപൂർത്തിയായ വ്യക്തി. അത് ലോകത്തെന്ത് സംഭവിക്കുന്നു, രാജ്യത്തെന്ത് സംഭവിക്കുന്നു ഒന്നുമല്ല, എന്നിലെന്ത് സംഭവിക്കുന്നെന്ന് തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അവിടെ നിന്നാണ് ജീവിതത്തിൻ്റെ തുടർച്ച. അപ്പോൾ പ്രായപൂർത്തി ആയിട്ടുണ്ടോ ഇല്ലെന്ന് ആദ്യം പരിശോധിക്കുക. പ്രായപൂർത്തി ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ള അർഹത കിട്ടുന്നത്. പ്രായപൂർത്തിയാകാത്തവർ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? വലിയ പ്രശ്നമാണ്. പ്രായപൂർത്തിയായ രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും പ്രശ്നം തീരും. അതെ, അത്രയേ ഉള്ളൂ. പ്രായപൂർത്തിയായ പക്വതയുള്ള രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം, ഒരു സംശയം വേണ്ട. അതാണ് മാതാപിതാ ഗുരു ദൈവം. ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല, ഒന്നും ആരുടെയും കുത്തകയല്ല. ഞാനെന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഞാനെന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ എങ്ങും എടുക്കേണ്ട കാര്യമില്ല, എങ്ങും തൊടേണ്ട കാര്യമില്ല, അങ്ങനെ വിഷയമേ ഇല്ല. ഞാനെന്ത് ചെയ്തിട്ടാണ്? എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണല്ലേ. വിശപ്പ് ഭക്ഷണം കഴിപ്പിച്ചു, ദാഹം വെള്ളം കുടിപ്പിച്ചു അല്ലേ. ഓരോ കാര്യവും ഓരോ പ്രവൃത്തിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇന്ന് മൊബൈൽ ഫോൺ നമ്മളെ വിടുന്നില്ല അല്ലേ. പല ആൾക്കാരും മൊബൈൽ ഫോണിലാണ് താമസം, വിടുന്നില്ല. ഒരു 10-15 വർഷം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 10-15-20 വർഷം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേ ഇല്ലായിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ഒഴിവാക്കി ജീവിക്കാൻ പറ്റാത്ത ഭാഗത്താണ്. 10-20 വർഷത്തിന് മുമ്പ് ഈ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. ഇനി അതിനും കുറച്ചും കൂടി പുറകോട്ട് പോകുമ്പോൾ വേറെ പല സംഭവങ്ങളും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതിയൊക്കെ എത്തിയിട്ട് ഒരു 150 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഏറിപ്പോയാലൊരു 200 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ വീടുകളിലോട്ടൊക്കെ വൈദ്യുതിയൊക്കെ എത്താൻ തുടങ്ങിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് വൈദ്യുതിയൊന്നും ഇല്ലായിരുന്നു. അല്ല, അങ്ങനെ പലതും ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലാതിരുന്ന അവസ്ഥയ്ക്ക് നമുക്കിന്ന് ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പലതുമുണ്ട്.
കുറച്ച് പല സംഭവങ്ങളും ഇല്ലാത്തത് പലതും കയറി വരികയാണ്. ഉള്ളത് വിട്ടുപോവുകയാണ്. അപകടം എവിടെയാണ്? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പുതിയത് പലതും വരുമ്പോൾ പഴയത് പലതും വിട്ടുപോവുകയാണ്. അപ്പോൾ അതൊക്കെ പഴയതായി ചീഞ്ഞ് നാറി, അമ്മ ചീഞ്ഞ് നാറി. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളിൽ നിന്ന് പലതും വിട്ടുപോകുന്നു, റീപ്ലേസ് ചെയ്യുന്ന പുതിയത് വരുന്നു. അങ്ങനെ ആകരുതും. ഒന്നും റീപ്ലേസ്മെൻ്റ് അല്ല, ഒന്നിന് പകരമല്ല. അമ്മയ്ക്ക് പകരം ഭാര്യ, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അമ്മയും കൊണ്ട് കിടക്കണം, ഭാര്യയും കൊണ്ട് കിടക്കണം. വല്ലാത്ത കഷ്ടപ്പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരാളെ അങ്ങോട്ട് ഒഴിവാക്കും. കുറച്ച് കഴിയുമ്പോൾ ഇയാളെ ഒഴിവാക്കും. ഒരു സംശയം വേണ്ട. നമ്മൾ ആരെയും ഒഴിവാക്കലല്ല, ഒന്നും ഒഴിവാക്കലല്ല. നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് തുടരുമ്പോൾ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് സംഭവിക്കുന്നത് കാണാം. അതിന് നമ്മുടെ സങ്കല്പത്തിൽ ഇതെനിക്ക് നല്ലതാണ്, എന്ത് സങ്കല്പത്തിലാണ് ഇതെനിക്ക് കൊള്ളാം, എന്നിട്ട് നമ്മളത് കഴിച്ചിട്ട് നമ്മൾ രോഗിയായിട്ട് മാറുകയാണ്. എനിക്ക് കൊള്ളുകയില്ല എന്നൊരു ഭാഗമല്ല, എന്നിൽ സംഭവിക്കുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അല്ല എനിക്ക് കൊള്ളുകയില്ല, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നു, ഇത് ഞാൻ ഒഴിവാക്കുന്നു, അങ്ങനെയല്ല. എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നല്ലതും മോശവും എന്ന് പറഞ്ഞിട്ടല്ല, നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്താണ് തുടരേണ്ടത്. ഈ ഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതെങ്ങനെ എന്നെ പുറത്തെന്തോ ഒക്കെ ആകർഷിക്കുന്നു, എന്നെ വിളിക്കുന്നു എന്നാണ് പറയണത്. എന്നെ വിളിക്കുന്നു, എന്നെ അവർക്ക് വേണം, ഇവർക്ക് വേണം, അവർക്ക് ഗുണമുള്ളതുകൊണ്ട് ഞാൻ ഓടുന്നു. ഒരിക്കലും ആകരുതും. അവർക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ട്. നമ്മുടെ കഷ്ടകാലം അവിടെ തുടങ്ങി. എൻ്റെ കൃത്യമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പ്രവർത്തിച്ച് തുടരുമ്പോൾ ആരെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുന്നു, ആ സഹകരണം ശാശ്വതമായിരിക്കും. ആ സഹകരണത്തിൽ യാതൊരു അഴിമതിയും ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകില്ല. അതാണ് പ്രായപൂർത്തിയുടെ ഭാഗവത. പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെയും പുറകെ ഓടേണ്ട, ഒന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല. അവർ കാരണം, ഇവർ കാരണം, എൻ്റെ സഹോദരങ്ങൾ കാരണം, എൻ്റെ ഭാര്യ കാരണം, എൻ്റെ ഭർത്താവ് കാരണം, സുഹൃത്തുക്കൾ കാരണം ആരെയും നമ്മൾ വഴിക്കത്തില്ല. സത്യസന്ധമായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആരും നമ്മളെ അപകടപ്പെടുത്തുന്ന ഭാഗത്തോട്ട് പോകില്ല. നമ്മൾ തന്നെ നമ്മളിൽ വഞ്ചനയും ചതിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ പ്രവർത്തനം പ്രതികൂലം. അപ്പം നമ്മൾ ഒളിച്ചും പാത്തുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടകാലം അവിടെ തുടങ്ങി. അത്രയേ ഉള്ളൂ. നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ദ്രോഹം നമ്മളോട് ചെയ്താലും തിരിച്ച് അയാളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അയാൾ ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് ദ്രോഹം ചെയ്യത്തില്ല. കാരണം നമ്മൾ ആരംഭിച്ചത് എങ്ങനെയാണ്? സത്യസന്ധമായിട്ടാണ് ആരംഭിച്ചത്. ബന്ധം എപ്പോഴും സത്യസന്ധമായിരിക്കണം. അങ്ങനെ ഒരു ബന്ധം കണ്ടെത്താൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ടൊരു ബന്ധം ആരോടും കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ വ്യക്തിക്ക് വ്യക്തിത്വ ബോധമില്ല, സങ്കല്പത്തിലാണ്. എന്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനുണ്ട്. ഈ ഞാനെന്ന് പറയുന്നത് ഏറ്റവും വലിയ തരികടയാണ്. എല്ലാ തരികടയും ഉത്ഭവിക്കുന്ന ഞാനിൽ നിന്നാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഞാനെന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ സൂക്ഷിച്ച് അവരെല്ലാ തരത്തിലുള്ള മാനിപ്പുലേഷൻ, കള്ളത്തരവും വഞ്ചനയും ചതിയും എന്തും ചെയ്യാം അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അവർ എപ്പോൾ നമ്മളുമായിട്ട് ചേർന്നിരിക്കും, എപ്പോൾ വഴക്കുണ്ടാക്കും, ഒന്നും ഒരു പിടുത്തവും കിട്ടത്തില്ല. കാരണം ഒരു പ്രവൃത്തിയും അവർ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കില്ല. ഒരു പ്രവർത്തനത്തിലും അവർ ആത്മാർത്ഥമായിട്ട് നിൽക്കത്തില്ല. എനിക്ക് തോന്നിയ പോലെ പോകും. ഇപ്പം തോന്നുന്നു എനിക്കിങ്ങനെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയെന്നേ, അത് കഴിഞ്ഞു പോയി. ഇപ്പം എനിക്ക് ഇനി എന്താ കാര്യം? അപ്പം അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു.
ഇപ്പം ഞാനിങ്ങനെ തോന്നുന്നു ഇങ്ങനെയായിരുന്നു, ഇതാണ് ഞാനിൻ്റെ ലക്ഷണം. സത്യസന്ധത എന്ന് പറയുമ്പോൾ അവിടെ അനുഭവത്തിൻ്റെ തുടർച്ചയിലാണ്. അപ്പോൾ എനിക്കൊരു കോളുണ്ട്, പോയി കട്ടെ. നമ്മൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ തുടരുമ്പോൾ കൃത്യമായിട്ടുള്ള അനുഭവത്തിന് കാരണമാകും. അപ്പോൾ ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്തു, മൂന്നാമത്തെ ദിവസം കുറേയും കൂടി ശ്രദ്ധിച്ച് ചെയ്തു. അങ്ങനെ ശ്രദ്ധയോട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയോട് ഒരു ബഹുമാനം ഉണ്ടാകും. നമ്മളിൽ ബഹുമാനിക്കാനൊന്നുമില്ലെങ്കിൽ നമ്മൾ കുറേ കാര്യത്തെ ബഹുമാനിക്കാൻ നടക്കും, പല കാര്യത്തെയും ബഹുമാനിക്കാൻ നടക്കും, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമുക്ക്. അമ്മ